ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും റിനു തസ്ലിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്ന ചില ആർട്ട് ടൂൾസിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയിട്ട് കാണാം. അപ്പോൾ അന്ന് ഞാനൊരു ബ്ലെൻഡിങ് സ്റ്റെമ്മ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാർസൽ എത്തിയിട്ടുണ്ട്. 160 രൂപക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 160 എന്ന് പറയുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അടക്കമാണ്. ശരിക്ക് 110 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെ ഈ പാർസൽ പാക്ക് പൊട്ടിച്ചെടുത്തിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാനിത് നിങ്ങൾക്ക് കൂടി ഇതൊരു അറിവായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എന്തിനകത്തുള്ളത് എടുക്കാം. വാവ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലെൻഡിങ് സ്റ്റെം. ഇതിൻ്റെ സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ സ്റ്റെമ്മിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇത് ആഷ് 6 എന്ന് പറഞ്ഞ സൈസിലുള്ള സ്റ്റെമ്മാണ്. നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല സ്മൂത്തായിട്ടുണ്ട്. പിന്നെ 2 സൈഡും ഷാർപ്പ് ചെയ്ത ടൈപ്പാണ്. അപ്പോൾ അതുപോലെ ചെറിയ സൈസ് ഉണ്ട്. ചെറിയ സൈസ് ഞാൻ ഒടിഞ്ഞു പോകുന്നുണ്ടോ ടെസ്റ്റ് ചെയ്യാണ്. പെട്ടെന്ന് ഒടിയുന്ന ടൈപ്പൊന്നുമല്ല, കുറച്ച് ഹാർഡാണ്. അപ്പോൾ കുറച്ച് ബലമുള്ള ടൈപ്പാണ്, നന്നായിട്ടുണ്ട്. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ആഷ് 4 ആണിത്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആഷ് 3. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണുള്ളത്. 6 ഐറ്റംസ് ഉണ്ട്. 6 ടൈപ്പാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 6B പെൻസിൽ എടുത്തിട്ടുണ്ട്. ആർട്ട് ലൈൻ്റെ 6B പെൻസിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പേജിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ഹാർട്ടിൻ്റെ പിക്ചർ വരയ്ക്കാണ്. നമുക്കൊരു സിമ്പിൾ ഹാർട്ട് വരച്ചു കൊടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയുണ്ടോ നോക്കാം കേട്ടോ. നമ്മൾ ഈ ബ്ലെൻഡിങ് സ്റ്റെം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഷെയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ടിഷ്യൂവിനൊക്കെ പകരമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒന്നാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഷ് 3 എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഷെയ്ഡ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇത് ഷെയ്ഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാർഡായിട്ടൊന്നുമല്ല, നല്ല സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ നമ്മളിതിപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ആരും ഇതിന് മുകളിലായിട്ട് ഷാർപ്പ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഡാമേജ് ആയി പോകും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. അപ്പോൾ ഞാൻ അതിലും വലിയ സൈസ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒരു ഷെയ്ഡിങ് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ആഷ് 5 ആണിത്. ഇതിപ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നുന്നത് നമ്മൾ 6B പെൻസിൽ എടുത്തിട്ടാണ്. ഇനി നമുക്ക് ചെറിയ സൈസ് പെൻസിൽ എടുത്തിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. HB പെൻസിൽ എടുത്തിട്ടുണ്ട്. HB നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ HB 6Bയുടെ അത്ര തന്നെ ഡാർക്ക്നെസ് കുറവാണ്. അപ്പോൾ നമുക്ക് വലിയ സൈസ് കൊണ്ട് തന്നെ ഒന്ന് നോക്കാം. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ കുഴപ്പമില്ല, നല്ല സ്റ്റെം തന്നെയാണ്. അപ്പോൾ ഞാനിത് കുഴപ്പമില്ല എന്നേ പറയുന്നത്. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഓർഡർ ചെയ്യുക, വാങ്ങിക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. എന്തായാലും ഇത് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്കൊരു ഡ്രോയിങ്ങിനൊരു വീഡിയോ വൈകാതെ തന്നെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഫേസ് പോർട്രേറ്റൊക്കെ വരയ്ക്കുമ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. നല്ല സാധനമാണ്. നല്ല കട്ടിയുണ്ട്, അതുപോലെ നല്ല സ്മൂത്താണ്, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയെന്നൊക്കെ നമ്മൾ യൂസിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.